എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. സനാതനധർമ്മം എന്നത് വെറുമൊരു ദാർശനിക ആശയമല്ല, മറിച്ച് വ്യക്തികളെ സ്വയം മനസ്സിലാക്കുവാനും ലോകത്തെ മനസ്സിലാക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിത രീതിയാണ്. വ്യക്തികളെ ആത്മീയ വളർച്ചയ്ക്കും വിമോചനവും കൈവരിക്കുവാൻ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കാരുണ്യം, സ്വയം അച്ചടക്കം, ഭക്തി മുതലായ മൂല്യങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. സനാതനധർമ്മം ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന മുഖ്യ ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷക്കാലമായി സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിൽ വ്യഗ്രത കാണിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 1 വർഷമായി സനാതന ധർമാമൃതം എന്നുള്ള പരിപാടി കഴിഞ്ഞ ജനുവരി മാസം തുടങ്ങി വെച്ചതാണ്. അതിന്റെ 12ാമത്തെ സെഷനാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറുമായ ശ്രീമതി സജിന രാജേഷ് ജിയെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു. ജയശങ്കര. വക്രതുണ്ഡ മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവോ സർവകാര്യേഷു സർവദാ. ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ശ്യാമളേ മീനാക്ഷി സുന്ദരേശ്വര സാക്ഷി ശങ്കരി ഗുരുഗുഹ സമുദ്ഭവ ശിവേവ. പാമരമോചനി പങ്കജലോചനി പദ്മാസനവാണി ഹരിലക്ഷ്മി വിനുതേ ശാംഭവി. ശ്യാമളേ മീനാക്ഷി സുന്ദരേശ്വര സാക്ഷി ശങ്കരി ഗുരുഗുഹ സമുദ്ഭവ ശിവേവ. ശ്രുതിസ്മൃതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ശങ്കരം ലോക ശങ്കരം. വളരെ സന്തോഷം സജിനാജി. അടുത്തതായി നമ്മുടെ ഇന്ന് ഈ വേദിയെ അലങ്കരിക്കുവാൻ എത്തിയിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥി പൂജനീയ സ്വാമി പ്രണവാനന്ദ സരസ്വതിജിക്കും അതേപോലെ തന്നെ ഇവിടെ നിന്ന് പങ്കെടുക്കുന്ന മറ്റു സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറും ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററുമായ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ഹരി ഓം. നമസ്തേ. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന ജഗദ്ഗുരുവായ ശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്തിലുള്ള നമ്മുടെ സംഘടന കഴിഞ്ഞ ജനുവരിയിൽ തുടക്കമിട്ട സനാതന ധർമാമൃതം എന്ന സനാതന ധർമ്മത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള തുടർ പ്രഭാഷണ പരിപാടിയുടെ 12ാം ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കളായ എല്ലാ കുടുംബാംഗങ്ങളെയും ഒറ്റ വാക്കിൽ തന്നെ സാദരം സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ സനാതന ധർമാമൃതത്തെ നമുക്ക് പകർന്നു നൽകി തരാനായി എത്തിയിട്ടുള്ളത് വളരെ അദ്വൈത സിദ്ധാന്തത്തെ വളരെ നന്നായി ഗഹനമായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള, അത് നമുക്ക് പകർന്നു തരാനും ചിലർക്കൊക്കെ അറിയാം, പക്ഷെ പകർന്നു തരാൻ അത്രയ്ക്കും ഗ്രാഹ്യം പറഞ്ഞു കൊടുക്കാനുള്ളൊരു ഇത് കാണുകയില്ല. പക്ഷെ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ജനനി നവരത്ന മഞ്ജരി എന്നുള്ള കൃതിയെ ആസ്പദമാക്കിക്കൊണ്ട് ശ്രീ
ആദരണീയനായ പ്രണവാനന്ദ സരസ്വതി സ്വാമികൾ നടത്തിയ ഒരു പ്രഭാഷണ പരമ്പരയിൽ അത്രയും ദിവസവും എനിക്ക് പങ്കെടുക്കാൻ 5 ദിവസമായിരുന്നു 7 ദിവസമായിരുന്നു എന്നൊരു സംശയമുണ്ട്. അത്രയും ദിവസവും പങ്കെടുത്ത കൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കി അദ്വൈത സിദ്ധാന്തത്തെ വളരെ നന്നായി നമുക്ക് പറഞ്ഞു തരാൻ അറിവുള്ള വളരെ പ്രശസ്തനായ പ്രഭാഷകനും വാഗ്മിയുമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ സ്വാമിജികൾ പ്രണവാനന്ദ സരസ്വതി. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടെ സനാതന ധർമാമൃതം എന്ന പരിപാടിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ചേട്ടത്തെ. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയും നമ്മുടെയൊക്കെ വലിയേട്ടനുമായ ശ്രീ സുരേഷ് പാവൂരേട്ടനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള സനാതന ധർമ്മത്തെ കുറിച്ചുള്ള പരിപാടി സനാതന ധർമാമൃതം ഇന്ന് ഈ ഭാഗത്തില് നമുക്ക് അറിവ് പകർന്നു നൽകുന്നതിന് തീർച്ചയായും ഇന്ന് ഈ കാലത്ത് സനാതന ധർമ്മത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവാന്മാരാക്കുന്ന ഒരു നല്ല പ്രഭാഷണത്തിനായി നമ്മുടെ മുന്നിൽ ചേർന്നിരിക്കുന്ന സംപൂജ്യ സ്വാമി പ്രണവാനന്ദ സരസ്വതിക്ക് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലേക്ക് കിടക്കട്ടെ. ഇന്ന് പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം സ്വാഗതവും ആശംസിക്കുന്നു. കഴിഞ്ഞ 4 വർഷത്തോളമായി ഒട്ടേറെ ചാപ്റ്ററുകളിലൂടെ തന്നെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോവുകയാണ്. ആത്മീയമായ പഠന പരിപാടികളും അതുപോലെ തന്നെ നമുക്ക് പ്രഭാഷണ പരമ്പരകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ചാരിറ്റി ഉൾപ്പെടെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ഈ പൊതുവെ പറഞ്ഞാൽ സനാതന ധർമ്മത്തെ കുറിച്ച് നല്ലത് പറയുവാൻ ആളുകൾ വളരെ കുറച്ച് ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇന്ന് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ പഠന പരിപാടികളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടും ശ്രീ ആദിശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങി വെച്ച ഈ നമ്മുടെ സംഘടന ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഒട്ടേറെ ക്ലാസുകൾ, നമ്മുടെ അദ്വൈത ലഹരി വിശ്വനാഥൻ നമ്പൂതിരി സാറിന്റെ, അതുപോലെ തന്നെ സ്വാമിനി ജ്ഞാനാഭിനിഷ്ഠ അവതരിപ്പിക്കാറുള്ള ദിഗ്വിജയം, അതുപോലെ തന്നെ ശങ്കരാചാര്യ വിരചിത രചനകളെ കുറിച്ച് അഹം ബ്രഹ്മാസ്മി, നമ്മുടെ തന്നെ ശ്രീ ജയശൻജി എടുക്കുന്ന ക്ലാസ്സുകൾ, സംസ്കൃതം ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ബാലശങ്കരം, കുട്ടികൾക്കായിട്ട് പഠന കാര്യങ്ങൾ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്ന ബാലശങ്കരം, ഇതെല്ലാം നമുക്ക് ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തെ ഓരോ സ്റ്റേറ്റിലുമുള്ള വിവിധ ആഘോഷങ്ങളെ പോലും നമ്മൾ ബന്ധിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് സനാതന ധർമാമൃതത്തില് നമുക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സംപൂജ്യ സ്വാമി പ്രണവാനന്ദ സരസ്വതിയെ ഒരിക്കൽ കൂടി സാദരം വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ, അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെയായി നമ്മുടെ ഈ പ്രസ്ഥാനം വളരെയധികം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്.
അതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് വിശദീകരിക്കുവാനേ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പാലക്കാട് ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും ആയിട്ടുള്ള ശ്രീമതി ഉഷ ചേനാസിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര, എല്ലാവർക്കും നമസ്കാരം. സംപൂജ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാനുള്ള തിരക്കിനിടയിലാണെങ്കിലും വളരെ ലളിതമായി നമ്മൾ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ ലഘുവായിട്ട് ഞാനിന്ന് സൂചിപ്പിക്കാം. ആദ്യമായി കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ സുരേഷ് സാർ പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഞാനൊന്നും കൂടി സൂചിപ്പിക്കാം. സത്സന്ധ്യ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച നടത്തുന്ന സത്സന്ധ്യ രാത്രി 8 തൊട്ട് 9 വരെ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ അദ്വൈത ലഹരി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും ഒക്കെ അറിയുന്ന അറിയാൻ വേണ്ടിയുള്ള ക്ലാസ്സുകളുള്ള അദ്വൈത ലഹരി എല്ലാ മാസവും 2ാമത്തെ സൺഡേ ആണ് ചെയ്യാറുള്ളത്, ഉച്ചയ്ക്ക് 3 തൊട്ട് 4 വരെ. പിന്നെ ദിഗ്വിജയം നമുക്ക് എല്ലാവർക്കും അറിയാം. ആദിശങ്കരാചാര്യ സ്വാമിജിയുടെ ജീവിതത്തെക്കുറിച്ചും കൃതികളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തരുന്ന ദിഗ്വിജയം എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച രാത്രി 8 തൊട്ട് 9 വരെയാണ് നമ്മൾ നടത്താറുള്ളത്. പിന്നെ ഇപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന സനാതന ധർമാമൃതം നമുക്കറിയാം. ഇപ്പൊ ഇനി അതിനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാസവും ലാസ്റ്റ് സൺഡേ തന്നെയാണ് ചെയ്യാൻ ശ്രമിക്കാറും. 8 തൊട്ട് 9 വരെ തന്നെയാണ് പതിവ്. പിന്നീട് അഹം ബ്രഹ്മാസ്മി, അതും നേരത്തെ സൂചിപ്പിച്ചു. ആദിശങ്കരാചാര്യ സ്വാമിജിയുടെ തന്നെ സ്പിരിച്വൽ ലെഗസിയെ കുറിച്ചും മറ്റും വിസ്തരിച്ച് മനസ്സിലാക്കി തരുന്ന എല്ലാ ചൊവ്വാഴ്ചയും 8 തൊട്ട് 9 വരെ തന്നെയാണ് നമ്മൾ അതും ചെയ്യാറുള്ളത്. പിന്നെ അതുല്യ ഭാരതം നമുക്കറിയാം. ഇന്ത്യയിലെ ഇന്ത്യൻ ഫെസ്റ്റിവൽസിനെ കുറിച്ചും മറ്റും വിശദമായി പറഞ്ഞു തരുന്ന അതുല്യ ഭാരതം. പിന്നെ ക്ഷേത്രായനം, ഇപ്പോൾ അടുത്തായി യാത്രക്കിടയിൽ കൂടി ക്ഷേത്രായനത്തെ കുറിച്ച്, ഈ കേരളത്തിലെ അമ്പലങ്ങളെ കുറിച്ച് ഇവർ യാത്ര പോകുന്നതിനോടൊപ്പം പലയിടത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന തരത്തില് വളരെ ഭംഗിയായിട്ട് ക്ഷേത്രങ്ങളെ കുറിച്ച് ഈ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. എന്തായാലും ക്ഷേത്രായനം അത് പറഞ്ഞ പോലെ അമ്പലങ്ങളെ കുറിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബാലശങ്കരൻ കുട്ടികൾക്ക് വേണ്ടിയാണ്. അത് സനാതന ധർമ്മവും കൾച്ചറൽ എഡ്യൂക്കേഷനും ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ചയും രാത്രി 8 തൊട്ട് 9 വരെ നടത്തുന്ന പരിപാടിയാണ്. പിന്നെ മെഡിറ്റേഷൻ ക്ലാസ് വളരെ ഭംഗിയായി നടത്താറുള്ള നമ്മുടെ മെഡിറ്റേഷൻ ക്ലാസ് ഈ പറഞ്ഞ പോലെ എല്ലാ മാസത്തിലെയും 2ാമത്തെ സാറ്റർഡേ 8:30 തൊട്ട് 9 വരെയാണ്. ഞാനതിനെ കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. നമ്മൾ ഈ പ്രഭാഷണം കേൾക്കാൻ ഉത്സുകരായി നിൽക്കുന്ന ഈ സമയത്ത് വളരെ ചുരുക്കിയാണ് കേട്ടോ പറയുന്നത്. ആത്മായനം യാത്ര ഇപ്പോ നടന്നതേയുള്ളൂ. ഒരു ആത്മായനം, അതും നമുക്കറിയാവുന്നതാണ്. ഇന്ത്യയിലെ പല ഹോളി പ്ലേസസിൽ, അതായത് അമ്പലങ്ങളിൽ തുടങ്ങി ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും 2 യാത്രകൾ നമ്മൾ പതിവുണ്ട്. അതും അറിയാവുന്നതാണെങ്കിലും ഒന്നും കൂടി സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതുപോലെ ശങ്കരപദം യാത്ര, അത് എല്ലാ മാസവും വളരെ ഭംഗിയായി നടത്തുന്നതാണ്. എറണാകുളത്ത് നിന്ന് തന്നെയാണ് തുടങ്ങാറുള്ളത്. അതും ശ്രീ ശങ്കരാചാര്യരുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ യാത്ര നടത്താറുള്ളത്. പിന്നീട് ശ്രീശങ്കര സ്മൃതി, അതായത് ആദിശങ്കരാചാര്യരുടെ ജയന്തി അതിനോട് ചേർന്ന് എല്ലാ കൊല്ലവും ആ ആദിശങ്കരാചാര്യരുടെ ജയന്തി ദിവസം വളരെ ഭംഗിയായി ആഘോഷമായി നടത്താറുള്ള ശ്രീശങ്കര സ്മൃതി. പിന്നെ സുകൃതം സംസ്കൃതം, നേരത്തെ പറഞ്ഞു. സുകൃതം സംസ്കൃതം സാൻസ്ക്രിറ്റ് പഠിക്കുന്നതിന് വേണ്ടി എല്ലാ മൺഡേയും മലയാളത്തിലും എല്ലാ സൺഡേയും ഇംഗ്ലീഷിലും അങ്ങനെ 2 ക്ലാസ്സുകൾ നമ്മൾ എല്ലാ ആഴ്ചയും നടത്താറുണ്ട്. ഇപ്പോൾ നടക്കുന്നത് മലയാളം ക്ലാസ്സുകളാണ്. പിന്നീട്
പിന്നീട് പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശങ്കരഗ്രാമത്തെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായില്ല എങ്കിലും അതും ഒരു വില്ലേജ് എടുത്തെടുത്ത് നമ്മുടെ ലൈഫ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് ആദിശങ്കരാചാര്യരോട് ബന്ധപ്പെട്ട കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയും മറ്റുമായി ശങ്കരഗ്രാമം എന്നുള്ളൊരു പുതിയ പദ്ധതി കൂടി നമ്മുടെ കൂട്ടത്തിൽ നടത്തുന്നുണ്ട്. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ 16 പ്രവർത്തനങ്ങളിൽ 16ാമത്തെ പ്രവർത്തനമായ ചാരിറ്റിയെ കുറിച്ചും ശ്രീ സുരേഷ് സാർ പറയുകയുണ്ടായി. അതും വളരെ പറ്റാവുന്ന രീതിയിൽ നമ്മൾ നടത്താറുള്ളതാണ്. വളരെ ചുരുക്കിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എങ്കിലും ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. നമുക്ക് സ്വാമിജിയുടെ പ്രസംഗത്തിലേക്ക് കടക്കാനുള്ള ഞാനടക്കം എല്ലാവരും തിരക്കായിരിക്കുന്നതുകൊണ്ട് ഏറ്റവും ചുരുക്കി നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ഷേട്ടത്തി. വളരെ ലളിതമായി തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അടുത്തതായി നമ്മുടെ സ്വാമിജിയെ, പൂജനീയ സ്വാമിജി, ഞാൻ വേദിയിലേക്ക് യാതൊരുപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രഭാഷണം ആരംഭിക്കുന്നതിനായി അങ്ങയുടെ പാതാരബിന്ദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്. ജയശങ്കര, ജയശങ്കര. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. മഹാഗണപതയേ നമഃ. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം അജ്ഞാനാന്തർഗഹനപതിതാനാത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവതവശിഖാതാപവാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോർമൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യരൂപ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ നടത്തി എല്ലാ ഞായറാഴ്ചകളിലും മറ്റ് ദിവസങ്ങളിലൊക്കെ ആയിട്ട് നടത്തി വരാറുള്ള സത്സംഗം, അതിൽ ഇന്ന് സനാതന ധർമ്മത്തെ കുറിച്ചാണ് പറയാൻ വിഷയം തന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ കേട്ട വിഷയം തന്നെയായിരിക്കും. അനേക പ്രഭാഷകർ വന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പം എന്തെങ്കിലും ആവർത്തനമാണെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാം. വേണമെങ്കിൽ നമുക്ക് ചർച്ചാ രീതിയിൽ പോകണമെങ്കിൽ പോകാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ബോറടിക്കരുത് എന്നാണ് സങ്കല്പിക്കുന്നത്. കാരണം ഒരുപാട് ക്ലാസ്സുകൾ പല ആചാര്യന്മാരും എടുക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ എടുത്തു എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാണല്ലോ, അതുകൊണ്ട് അത് അറിയില്ല. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഗുരുവിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അത് ഞങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ് എങ്കിൽ നമുക്ക് ചോദ്യോത്തര രൂപത്തിലോ അല്ലെങ്കിൽ ചർച്ചാ രൂപത്തിലോ എല്ലാവർക്കും ചേർന്നുകൊണ്ടുള്ള ചെയ്യാം കേട്ടോ. ഏറ്റവും അപ്പം സനാതന ധർമ്മം എന്നുള്ളതാണ് തന്നിട്ടുള്ള വിഷയം. അതിന്റെ പ്രസക്തിയെ കുറിച്ചാണ് എന്നോട് ഫോണിൽ ബന്ധപ്പെട്ട അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം സനാതന ധർമ്മം അത് 2 പദങ്ങളാണ്. അപ്പം ഒരു വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആ പദങ്ങളെ തന്നെ വിശദീകരിച്ചാൽ നമുക്ക് ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നുണ്ട്. സനാതനം ധർമ്മം, ഇങ്ങനെ 2 പദങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. സനാതനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നാശമില്ലാത്തത്,
എന്നാണ് അർത്ഥം. ധർമ്മം എന്നുള്ളതാണ് സാധാരണ ആളുകൾ വളരെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു പദമാണ് ധർമ്മം എന്നുള്ളത്. ധർമ്മത്തെ 2-3 പ്രകാരത്തില് ആചാര്യന്മാര് പറഞ്ഞു തരാറുണ്ട്. ധരതി വിശ്വം ഇതി ധർമ്മ എന്ന ഒരു അർത്ഥം. ഈ പ്രപഞ്ചത്തെ, വൈവിധ്യപൂർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ ധരിക്കുന്ന ആധാരമായിട്ടുള്ള സദ്വസ്തു, സത്യം, പരമാത്മ ചൈതന്യം എന്നൊക്കെയാണ് ഏറ്റവും ആദ്യത്തെ അർത്ഥം ധർമ്മം എന്ന് പറയുന്ന സമയത്ത്. നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ മാറാതിരിക്കുന്ന സദ്വസ്തു, അതിനെയാണ് ഏറ്റവും പ്രാഥമികമായും ധർമ്മമെന്ന് ആചാര്യന്മാര് പറയാറുള്ളത്. രണ്ടാമത്തെ ഒരർത്ഥം ധർമ്മത്തെക്കുറിച്ച് പറയാറുള്ളത് ധ്രിയതേ അനേന ഇതി ധർമ്മം എന്നാണ്. ധ്രിയതേ അനേന ഇതി ധർമ്മം. അതായത് ഈ വ്യത്യസ്തമായ ഈ പ്രപഞ്ച ഘടകങ്ങൾ ഉണ്ടല്ലോ, വൈവിധ്യപൂർണമായിട്ടുള്ള ഈ പ്രപഞ്ചത്തെയൊക്കെ ഒന്നായി ചേർത്ത് കോർത്ത് നിർത്തുന്ന നിയമവ്യവസ്ഥയ്ക്ക്, പ്രപഞ്ച താളത്തിന് ആണ് ധർമ്മം എന്ന് പറയുന്നത്. ഇപ്പൊ രണ്ടാമത്തെ അർത്ഥത്തിൽ ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അതാക്കി നിലനിർത്തുന്ന നിയമവ്യവസ്ഥ, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു ഋതം, താളം എന്ന് പറയാം. ഇതാണ് ധർമ്മത്തിന് രണ്ടാമത് ആചാര്യന്മാര് പറയാറുള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ അഗ്നി ചൂടായിരിക്കുന്നതും അതുപോലെ തന്നെ ജലം തണുപ്പായിട്ടിരിക്കുന്നതും ഇന്ന ദേശത്ത് ഇന്നത് എന്നുള്ള ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിരീക്ഷിച്ചാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം, ഭൂമി സൂര്യനെ പ്രദക്ഷിണം വെക്കുന്നത്, അതിനുള്ള ഒരു ക്രമം, അങ്ങനെ ഒരു താളം നമുക്ക് പ്രപഞ്ചത്തെ നിരീക്ഷിച്ചാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പഞ്ചസാരയ്ക്ക് മധുരം, അല്ല കരിമ്പിന് മധുരം, പാവയ്ക്കൊക്കെ കയ്പ് എന്നുള്ള രീതിയിലെല്ലാം ഒരു നിയമവ്യവസ്ഥയിലാണിത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നിയമവ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ഈ താളത്തിന് ആണ് രണ്ടാമത്തെ അർത്ഥത്തില് ധർമ്മം എന്ന് പറയുന്നത്. ധ്രിയതേ അനേന ഇതി ധർമ്മം എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരും, പ്രപഞ്ചത്തെ ഇങ്ങനെ ധരിക്കപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. ഉദാഹരണം പറയാ, അമ്മ കുട്ടിയെ എടുത്ത് ധരിച്ചിരിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല, അമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. അതുപോലെയാണോ ധ്രിയതേ അനേന ഇതി ധർമ്മം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് മൂന്നാമത്തെ അർത്ഥം ധാരണാധർമ്മം എന്ന് വരുന്നത്. ധാരണാധർമ്മം. അവിടെ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് ചോയ്സ് ഉള്ള പേഴ്സൺ ആണ്. തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികം സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ട് മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ചിട്ട്. ധർമാധർമ്മം എന്നുള്ളൊരു വിഷയം അവിടെ വരുന്നുണ്ട്, ശരി തെറ്റുകൾ എന്നുള്ള ഒരു വിഷയം. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയാണ് മൂന്നാമത്തെ അർത്ഥത്തില് ശാശ്വത മൂല്യങ്ങളുടെ സമാഹാരമാണ് ധർമ്മം എന്നുള്ള അർത്ഥം വരുന്നത്. എന്ന് പറഞ്ഞാല് നമ്മളെല്ലാവരും സുഖമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും സുഖം ഉണ്ടാവണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. അപ്പൊ അവിടെ നമ്മളൊരു സമൂഹമായിട്ട് ഒരു കൂട്ടമായിട്ട് ജീവിക്കുന്ന സമയത്ത് എല്ലാവരും സുഖം ആഗ്രഹിക്കുന്നു. പക്ഷേ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സമയത്ത് അത് പ്രപഞ്ച താളത്തിന് എതിരാണ്, പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് വരും. ഉദാഹരണത്തിന് ഞാൻ ഒരു വീട് വെക്കുന്ന സമയത്ത് എൻ്റെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി 10, 30, 100 മരങ്ങൾ മുറിച്ച് മാറ്റുന്നു. അപ്പൊ അവിടെ എൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഒരു സുഖസങ്കല്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സുഖത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് ഒരു കോട്ടം സംഭവിക്കുകയാണ്. അപ്പൊ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, മറ്റുള്ളവരുടെ സുഖത്തെ ഹനിക്കുന്നതാണത്. അപ്പം എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളെയൊക്കെ എനിക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ
കുറച്ച് മൂല്യങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്നു. അഹിംസ, സത്യം, ദയ, ദാനം, തപസ്, ഷെയറിങ് തുടങ്ങിയിട്ടുള്ള ചില വാല്യൂസ്, എറ്റേണൽ വാല്യൂസ് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നു. അപ്പൊ ഈ മൂല്യങ്ങളെ ആകെ തുകയ്ക്കും ധർമ്മം എന്ന് പറയും. അപ്പൊ മൂന്നർത്ഥമാണ് ധർമ്മത്തിന് നമ്മൾ കണ്ടത്. ഒന്ന്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്ന മാറാത്ത സദ്വസ്തു എന്നുള്ള അർത്ഥത്തില്, അതാണ് ഏറ്റവും ആദ്യത്തെ അർത്ഥം. രണ്ടാമത് നമ്മൾ കണ്ടു പ്രപഞ്ചത്തിന്റെ താളം എന്നുള്ളത്, പ്രപഞ്ചം ഒരു നിയമവ്യവസ്ഥയിൽ ചലിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ധർമ്മം. മൂന്നാമത്, ധർമ്മം നമ്മളെ ധരിക്കുമെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. അവിടെയാണ് പറയുന്നത് വ്യക്തിപരമായ സുഖം അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഇതര ജീവജാലങ്ങൾക്ക് ദോഷമാകാത്ത രീതിയിൽ അതിനെ കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ശാശ്വതമായിട്ടുള്ള മൂല്യങ്ങൾ, ചില വാല്യൂസ് നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നു. അതിനെയാണ് എറ്റേണൽ വാല്യൂസിന്റെ ടോട്ടലിനെയാണ് നമ്മൾ മൂന്നാമത്തെ അർത്ഥത്തിൽ ധർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഉദാഹരണത്തിന് മനുഷ്യൻ ചോയ്സ് ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു കുട്ടി, നമ്മുടെ മക്കള് ഇപ്പം വിദേശത്ത് പോവുകയാണ് എന്ന് വിചാരിക്കുക, പഠനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടോ. അപ്പൊ നമ്മൾ രക്ഷിതാക്കള് അദ്ദേഹത്തെ ഉപദേശിക്കാറൊക്കെ ഉണ്ട്. അവിടെ പോയാൽ അവിടെ പല വേണ്ടാധീനങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മയക്കുമരുന്ന് അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ട്, എന്നാലും മദ്യപാനം. അപ്പൊ അതിലേക്കൊന്നും പോവരുത്, നല്ല ജീവിതം നയിക്കണമെന്ന് നമ്മൾ ഉപദേശം കൊടുക്കാറുണ്ട്. കാരണം എന്താണ്, അവനൊരു ടെൻഡൻസി ഉണ്ട്, തെറ്റിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്നാൽ ഒരു പശുക്കുട്ടിയെ നമ്മൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടോ, അപ്പോൾ അവിടെ പോയാൽ പച്ചപ്പുല്ലേ കഴിക്കാൻ പാടുള്ളൂ, പച്ചവെള്ളേ കഴിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ അവിടെ ഒരു ഉപദേശം ചെയ്യാറ് പതിവില്ല. കാരണം അത് അതിന്റെ ഇൻസ്റ്റിങ്ക്റ്റിനനുസരിച്ചിട്ടേ പെരുമാറുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് ചോയ്സ് ഉണ്ട്. അപ്പൊ അവിടെ പ്രപഞ്ച താളത്തിനൊത്ത് നമ്മൾ ജീവിക്കേണ്ടതുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വാല്യൂസ് എന്നുള്ളത് നമ്മൾ അവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ മൂന്നർത്ഥമാണ് നമ്മൾ ധർമ്മത്തിന് കണ്ടത്. അപ്പൊ മൂല്യാനുസൃത ജീവിതമാണ്, അതിനെയാണ് നമ്മൾ ധാർമ്മിക ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ധർമ്മം സനാതനമാണ്, നാശമില്ലാത്തതാണ് എന്നർത്ഥം. അതായത് ഈ പ്രപഞ്ചം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ മാറ്റങ്ങൾക്ക് മുഴുവൻ, അതിന്റെ പുറകിൽ മാറ്റങ്ങൾ മുഴുവൻ സംഭവിക്കണമെങ്കിൽ മാറാത്ത ഒരു അടിസ്ഥാനം വേണം എന്നുള്ളതാണ്. ആ അടിസ്ഥാന സദ്വസ്തുവിനെയാണ് ധർമ്മം എന്ന് പറയുന്നത്. അതിന് മാറ്റമില്ല, അതുകൊണ്ട് അത് സനാതനമാണ് എന്ന് പറയും. അപ്പൊ നമുക്ക് അറിയാം, നമ്മുടെ പ്രപഞ്ചം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അവക്ഷീയതേ, വിനശ്യത എന്ന് ഷഡ് വികാരങ്ങളോട് കൂടിയതാണ്. ഞാനും നിങ്ങളും ഈ കാണായ പ്രപഞ്ചമൊക്കെ ഇങ്ങനെ മാറ്റങ്ങളിലൂടെ പോകുന്നതാണ്. അസ്ഥി, അതായത് ഉണ്ട് എന്നുള്ള അവസ്ഥ, പിന്നെ പ്രസവിക്കുന്നു, ജായതേ, അസ്ഥി ജായതേ, വർദ്ധതേ, പിന്നീട് വർദ്ധിക്കുന്നു. നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിച്ച് നമ്മളുടെ ശരീരമൊക്കെ വലുതാവുന്നു, വർദ്ധതേ. പിന്നീട് വിപരിണമതേ, പല പല മാറ്റങ്ങൾ, സ്ത്രീ ശരീര വ്യത്യാസങ്ങൾ, പുരുഷ ശരീര വ്യത്യാസങ്ങൾ, അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുന്നു. പിന്നീട് ക്ഷീണിക്കാൻ തുടങ്ങുന്നു ശരീരം, കാലുവേദന, മുട്ടുവേദന, മുടി നരയ്ക്കുന്നു, അങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒടുവില് നശിക്കുന്നു, വിനശ്യതി. ഇങ്ങനെ 6 വികാരങ്ങള് മനുഷ്യ ശരീരത്തിലും ഉണ്ട്, മറ്റെല്ലാ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള എല്ലാ ഘടകങ്ങളിലും ഇത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ചോദ്യം, ഇത്തരം മാറ്റം എവിടെയാണ് സംഭവിക്കുന്നത്? ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ യുക്തി ഉപയോഗിച്ചാൽ മനസ്സിലാവും, മാറാത്തൊരടിസ്ഥാനത്തിലേ സാധിക്കുള്ളൂ എന്ന്. ഇപ്പൊ ഉദാഹരണത്തിന്, വാഹനങ്ങൾക്ക് ചലിക്കണമെങ്കിൽ റിലേറ്റീവ്ലി ചലനമില്ലാത്തൊരു റോഡ് അല്ലെങ്കിൽ റെയില് ആവശ്യമാണ്. ഇതുപോലെ ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ യുക്തി ഉപയോഗിച്ചാൽ മനസ്സിലാവും, മാറാത്ത ഒരു ബേസ് വേണം എന്നുള്ളത്. അപ്പൊ അതിനെയാണ് നമ്മൾ ആദ്യത്തെ ധർമ്മത്തിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിന് നമ്മൾ ബ്രഹ്മം, പരമാത്മ, ചൈതന്യം എന്നൊക്കെ പറയും. അത് സനാതനമാണ്, അതിന് മാറ്റമില്ല. മാറ്റം മുഴുവൻ നടക്കുന്നത് മറ്റുള്ളതിലാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ സനാതന ധർമ്മം എന്ന് പറയുന്നു. അതുപോലെ തന്നെ വാല്യൂസിനെയും നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. കാരണം ഈ വാല്യൂസ് എപ്പോഴും ഒന്ന് തന്നെയാണ്. ഏത് ദേശക്കാർക്കും, ഏത് കാലത്തിലും, ഏത് മതക്കാർക്കും, ഏത് സമൂഹത്തിനും സ്വീകാര്യമായതാണ് ഈ വാല്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വാല്യൂസിനെയും നമ്മൾ സനാതനമാണ് എന്ന് പറയുന്നു. ഇനി ഈ ധർമ്മത്തിന്റെ മൂലം എന്ന് പറയുന്നത്, ഉറവിടം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നത് പോലെ വേദമാണ്. വേദോഖിലോ ധർമ്മമൂലം,
സ്മൃതിശീലേച്ച തദ്വിതാം ആചാര്യശ്ചൈവ സാധൂനാം ആത്മനത്തുഷ്ടിരേവതു. ധർമ്മത്തിന്റെ 4 പാദങ്ങളെ കുറിച്ച് പറഞ്ഞു. 4 പാദങ്ങൾ. ധർമ്മത്തിന്റെ മൂലം എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നത് ധർമ്മമാണോ, ധാർമ്മികമായിട്ടുള്ള വഴിയിലാണോ ഞാൻ ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് 4 മാനദണ്ഡങ്ങള് ആചാര്യന്മാർ മനു നമുക്ക് തന്നിട്ടുണ്ട്. അതില് സകല ധർമ്മത്തിന്റെയും മൂലമായിരിക്കുന്നത്, ഉറവിടമായിരിക്കുന്നത് വേദമാണ്. വേദോഖിലോ ധർമ്മമൂലം. അതുകൊണ്ട് സനാതന ധർമ്മത്തിന് വൈദിക ധർമ്മം എന്നും പേരുണ്ട്. വേദത്തെ പിൻപറ്റി ഉള്ള ജീവിതം, ആ അർത്ഥത്തില് വൈദിക സംസ്കൃതി എന്നും വൈദിക സംസ്കാരം എന്നൊക്കെ ഇതിനെ പറയുന്നു. വേദം വിത് ധാതു, ജ്ഞാനം, ലാഭം, സത്തായാം, വിചാരണ തുടങ്ങിയ അർത്ഥങ്ങളൊക്കെ വിത് ധാതുവിനുണ്ട്. അപ്പൊ വേദമാണ് ഈ ധർമ്മത്തിന്റെ മൂലം എന്ന് പറയുന്നത്. വേദമാകട്ടെ ഋഷീശ്വരന്മാരുടെ ദർശനമാണ്. എന്ന് പറഞ്ഞാൽ ഋഷീശ്വരന്മാര് ബാഹ്യമായിട്ട് അന്വേഷണമൊക്കെ നടത്തി. ആത്യന്തികമായ സത്യം എന്ത് എന്ന് അവര് ബാഹ്യമായിട്ടുള്ള പല അന്വേഷണങ്ങളും നടത്തി. ബാഹ്യമായിട്ടുള്ള അന്വേഷണങ്ങളെ കൊണ്ട് പരമസത്യത്തെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഋഷീശ്വരന്മാര് അന്തർമുഖരായിട്ട് തീർന്നു. അവരകത്തേക്ക് നോക്കി തപസ് ചെയ്തു, ഏകാഗ്രമാക്കി, ചിത്തശുദ്ധി നേടി. അങ്ങനെ ചിത്തശുദ്ധി നേടിയിട്ടുള്ള ഋഷീശ്വരന്മാരുടെ ഹൃദയത്തില് വെളിപ്പെട്ടിട്ടുള്ളതാണ് ഈ പരമമായിട്ടുള്ള സത്യം. അതാണ് വേദം എന്ന് പറഞ്ഞത്. വേദം പണ്ട് കാലങ്ങളില് വാമൊഴിയായിട്ട് പറഞ്ഞു വന്നു. പിന്നീട് കാലങ്ങൾക്ക് ശേഷം അത് വരമൊഴിയായിട്ട് പറയുന്നു. അപ്പൊ വരമൊഴിയായിട്ട് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുന്നത് തന്നെ 5000-5500 വർഷത്തെ വരമൊഴിയായിട്ടുള്ളതിന് പഴക്കമുണ്ട്. അപ്പൊ അതിനു മുമ്പ് ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരയിലൂടെ വാമൊഴിയായിട്ടും വേദം പ്രചരിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ വേദമാകുന്നു സകല ധർമ്മങ്ങളുടെയും മൂലം എന്ന് പറയുന്നത്. അതാണ് മനു പറഞ്ഞത് വേദോഖിലോ ധർമ്മമൂലം. അപ്പൊ ഞാൻ ചെയ്യുന്നത് ധർമ്മമാണോ എന്ന് അറിയണമെങ്കിൽ ആദ്യത്തെ റെഫറൻസ് വേദം അതിന് അനുവാദമുണ്ടോ, വേദത്തിൽ അനുവാദമുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തതായിട്ട് സ്മൃതിശീലേച്ച തദ്വിതാം എന്നാണ്. സ്മൃതിശീലങ്ങള് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സംസ്കൃതിയില് ജീവിച്ചു വന്നവരുടെ ജീവിത ശൈലിയെ നിരീക്ഷിക്കലാണ് സ്മൃതി എന്ന് പറയുന്നത്. സ്മൃതി ഗ്രന്ഥങ്ങൾ നമുക്കറിയാം, മനുസ്മൃതി, ധാരാളം സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മൾ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഭരണഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ സ്മൃതി ഗ്രന്ഥങ്ങളാണ് രണ്ടാമത്തെ ധർമ്മത്തിന്റെ മാനദണ്ഡം. മൂന്നാമത്തേത് ആചാര്യശ്ചൈവ സാധൂനാം എന്ന് പറഞ്ഞാൽ സാധുവായിട്ടുള്ള ആളുകളുടെ ആചരണത്തെ നോക്കിയിട്ട് ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ധർമ്മമാണോ അധർമ്മമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ആരാണ് സാധു എന്ന് പറയുന്നത്? അതാത് മേഖലകളില് ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. ഉത്തമനായിട്ടുള്ള ഒരു ബ്രഹ്മചാരി ആണെങ്കിൽ ആ വിഷയത്തിൽ ബ്രഹ്മചാരി മാതൃകയാണ്. ഇനി നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ ആ വിഷയത്തിൽ ഡോക്ടർ സാധുവാണ് എന്നുള്ള അർത്ഥത്തിലാണ് സാധു എന്നവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ആചാര്യശ്ചൈവ സാധുവിന്. അപ്പൊ സാധു ജനങ്ങളുടെ ആചരണത്തെ നമുക്ക് നോക്കാവുന്നതാണ്. രാമായണത്തിലൊക്കെ പല സന്ദർഭങ്ങൾ നമുക്ക് കാണാം. രാമൻ കാട്ടിൽ പോകണോ പോണ്ടയോ, അമ്മ പറഞ്ഞത് കേൾക്കണ്ടേ എന്നൊക്കെ കൗസല്യാദേവി ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് ചോദിക്കുന്ന സമയത്ത് ഇത് ഞാനായിട്ട് തുടങ്ങുന്നതല്ല, മുമ്പ് ഇതുപോലെയുള്ള രാജാക്കന്മാർ ഇങ്ങനെ അവസരം വന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ശ്രേഷ്ഠരായിട്ടുള്ള രാജാക്കന്മാർ എന്താണോ ചെയ്തത് അതുപോലെ അർജുനോട് ഭഗവാൻ ഉപദേശം ചെയ്യുന്ന സമയത്ത് ഇതാ ജനകനെ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം. ജനകനെ നോക്കൂ. കാരണം അർജുനൻ ക്ഷത്രിയനാണ്, ജനക മഹാരാജാവ് ക്ഷത്രിയനാണ്. അപ്പം ഇങ്ങനെ സന്ദർഭങ്ങൾ വരുന്ന സമയത്ത്, സംശയം വരുന്ന സമയത്ത് എന്താണ് ശ്രേഷ്ഠരായിട്ടുള്ളവര് അതാത് വിഷയത്തിൽ ശ്രേഷ്ഠരായിട്ടുള്ളവർ ചെയ്തത് എന്നുള്ളത് നോക്കാം. ആചാര്യശ്ചൈവ സാധൂനാം. നാലാമത്തതായിട്ട് അവനവന്റെ തുഷ്ടി, ആത്മനതുഷ്ടിരേവതു. അതായത് താൻ വളരെ ശാന്തനായിട്ട് ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു ധർമ്മ വിഷയത്തിൽ അല്ലെങ്കിൽ ധർമ്മ സങ്കടത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് വളരെ ധ്യാന നിമഗ്നനായിട്ട് അതിൻ്റെ അകത്ത് നമുക്കൊരു സൊല്യൂഷൻ കിട്ടും. അവനവന്റെ തുഷ്ടി എന്ന് നോക്കണം. പക്ഷെ അവനവന്റെ തുഷ്ടി ആദ്യം തന്നെ നോക്കിക്കൂടാ.
അവനവന്റെ തുഷ്ടിക്ക് അനുകൂലമാണോ സാധുവായിട്ടുള്ളവരുടെ ചെയ്തികൾ അത് സ്മൃതിക്ക് നിരക്കുന്നതാണോ, ഏറ്റവും ഒടുവിലായിട്ട് ശ്രുതി അല്ലെങ്കിൽ വേദം ആ വിഷയത്തിൽ എന്തു പറയുന്നു, അങ്ങനെ വേണം നമ്മുടെ ചെയ്തികള്, ശരിതെറ്റുകളെ, ധർമാധർമ്മത്തെ വിചിന്തനം ചെയ്യാൻ. അപ്പൊ ഈ ധർമാധർമ്മത്തിനുള്ള 4 ഉരകല്ലുകളാണ് ഈ എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു വന്നത് ധർമ്മമാണ്. ധർമ്മം സനാതനമാണ്. ഈ സനാതനധർമ്മത്തിന്റെ മൂലം എന്ന് പറയുന്നത് വേദമാണ്. വേദം എന്ന് പറഞ്ഞാല് ഋഷീശ്വരന്മാരുടെ വെളിപാടുകളാണ്. ചിത്തശുദ്ധിയില് അവർക്ക് വെളിപ്പെട്ടിട്ടുള്ള പരമമായ സത്യബോധമാണ് ഈ വേദം എന്ന് പറയുന്നത്. അത് അവര് ഗുരു ശിഷ്യ പ്രശിഷ്യ പരമ്പരകളിലൂടെ അങ്ങനെ പകർന്നു വന്നു. വിത് ധാതുവിൽ നിന്നാണ് വേദം എന്നുള്ള ശബ്ദം ഉണ്ടായിട്ടുള്ളത്. വിത് ധാതുവിന് 4 അർത്ഥങ്ങൾ പറയാറുണ്ട്. ഏറ്റവും ആദ്യത്തെ അർത്ഥം ജ്ഞാനം എന്നാണ്. രണ്ടാമത്തെ അർത്ഥം സത്തായാം, അസ്തിത്വത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥം. മൂന്നാമത്തേത് വിചാരണേ, സത് വിചാരണേ എന്ന് പറഞ്ഞാൽ വിചാരത്തിലൂടെ അറിയേണ്ടത്. വിത് ലാഭേ, ജീവിതത്തിലെ ഏറ്റവും ലാഭം ഉള്ളത് ഈ അറിവാണ് എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ 4 അർത്ഥം പറയാറുണ്ട്. അപ്പൊ വിത് ജ്ഞാന എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചോദ്യം എന്തിനെ കുറിച്ചിട്ടുള്ള ജ്ഞാനമാണ്? അപ്പൊ അവിടെ ഉത്തരം, മനുഷ്യരെ സംബന്ധിച്ച് അറിയാനുള്ള ഇച്ഛ അനേകമാണ്, അറിയാനുള്ള ആഗ്രഹം, പലതിനെ കുറിച്ച് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അടുത്ത വീട്ടില് എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ തുടങ്ങി, അടുത്ത രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ തുടങ്ങി, നമുക്ക് അറിയാനുള്ള വിഷയം അനേകമാണ്. പക്ഷെ ആചാര്യന്മാർ അതിനൊക്കെ 3 പട്ടികയിലാക്കി ചുരുക്കിയിട്ടുണ്ട്. അതെന്താണ്? ഒന്ന്, ഈ പ്രപഞ്ചത്തെ കുറിച്ച് അറിയാനുള്ള, എന്താണ് എൻ്റെ മുന്നിൽ, ഇപ്പം മോഡേൺ സയൻസിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ 2 ലക്ഷം കോടി വ്യാപിച്ചിരിക്കുന്ന ഈ ഗാലക്സികൾ, പ്രപഞ്ചം, അതിന് നമ്മളെ ടെക്നിക്കൽ പറയാ ജഗത്ത് എന്നാണ്. ജഗത്തിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം, പ്രപഞ്ചത്തെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹം. നമ്മുടെ ജിജ്ഞാസ 3 പട്ടികയിൽ പെടുത്താന്ന് പറഞ്ഞല്ലോ. ഒന്ന് പ്രപഞ്ചം, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അത്ഭുതാവഹമായിട്ടുള്ള ഈ പ്രപഞ്ചം. രണ്ടാമത്തത്, നമ്മൾ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയമം, ഒരു താളക്രമം ഈ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ട്. ഇന്ന ദേശത്ത് ഇന്ന വസ്തുക്കൾ ഉണ്ടാവുന്നു, ഇന്ന കാലത്ത് ഇന്ന പദാർത്ഥങ്ങൾ ഉണ്ടാവുന്നു, അങ്ങനെ ഒരു ക്രമം നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പൊ ക്രമമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ താളത്തെ നിശ്ചയപ്പെടുത്തിയിട്ടുള്ള നിയമത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളുണ്ടായിരിക്കും. അദ്ദേഹത്തെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം ഭരണശ്രേഷ്ഠൻ എന്നാണ്. ഇവിടെ ഒരു ഭരണം കാണുന്ന സമയത്ത് അത് ചിട്ടപ്പെടുത്തിയ ഒരാള് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ഈശ്വരനെ കുറിച്ചുള്ളതാണ് രണ്ടാമത്തെ ജിജ്ഞാസ. അപ്പൊ ജഗത്ത്, ഈശ്വരൻ. മൂന്നാമത്തേതായിട്ട് ജീവൻ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ ആരാണ് എന്നുള്ള ചിന്ത. ഇങ്ങനെ 3 നമ്മുടെ ജിജ്ഞാസ: ജീവൻ, ജഗത്ത്, ഈശ്വരൻ. ക്രമത്തിൽ പറഞ്ഞാൽ ജീവൻ, ജഗത്ത്, ഈശ്വരൻ. നമ്മുടെ അറിയാനുള്ള അന്വേഷണങ്ങളുടെ ഒക്കെ ചുരുക്കം ഇതാണ് എന്ന് താല്പര്യം. ഈ വിഷയമാണ് വേദത്തിൽ ചർച്ച ചെയ്യുന്നത്, ജീവനെ കുറിച്ചും ഈശ്വരനെ കുറിച്ചും ജഗത്തിനെ കുറിച്ചും. ഇതാണ് വേദത്തിൽ പങ്കുവച്ചിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. വിത് സത്തായ, വിത് ജ്ഞാനേ എന്നുള്ള അർത്ഥത്തിൽ. വേദം വളരെ വിപുലമാണ്, നമുക്കറിയാം. 3 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള 4 ഗ്രന്ഥരാശികളിലാണ് വേദം വിസ്തരിക്കപ്പെട്ടിട്ടുള്ളത്. 3 ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഋക്ക്, യജുസ്, സാമം, ഇങ്ങനെ 3 ലക്ഷണങ്ങളാണുള്ളത്. ഋക്ക് എന്ന് പറഞ്ഞാൽ മന്ത്രഭാഗങ്ങൾ കൂടുതലുള്ള വേദത്തിനെയാണ് ഋക്ക് എന്ന് പറയുന്നത്. യജുസ് എന്ന് പറയുന്നത് ഗദ്യ ഭാഗങ്ങൾ കൂടുതലുള്ളതിനെയാണ് യജുർവേദം എന്ന് പറയുന്നത്. ഗാനപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ കൂടുതലുള്ളതിനെയാണ് സാമം എന്ന് പറയുന്നത്. ഈ 3 ലക്ഷണങ്ങളും ചേർന്നതാണ് അഥർവവേദം എന്ന് പറയുന്നത്. അങ്ങനെ 3 ലക്ഷണങ്ങളോട് അതുകൊണ്ട് വേദത്രയി എന്ന് പറയാം. ഈ ലക്ഷണങ്ങൾ 3 ആയതുകൊണ്ടാണ് വേദത്രയി എന്ന് പറയുന്നത്. അപ്പൊ 3 ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള 4 വേദങ്ങളാണ് നമുക്ക് ഉള്ളത്. അതിൽ ഋഗ്വേദം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ മന്ത്ര പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്തുതിപരങ്ങളായിട്ടുള്ള ഭാഗങ്ങളാണ് ഋഗ്വേദത്തിൽ കൂടുതലായിട്ടുള്ളത്. താരതമ്യേന കൂടുതൽ എന്നേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ
ഹരി ഓം. തുടർന്ന് എന്തെങ്കിലും തുടർന്നോളൂ, പറഞ്ഞോ? തുടർന്നോളൂ. ഇപ്പൊ ഈ വേദ ഭാഗങ്ങളെ കുറിച്ച് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് യജ്ഞയാഗാദികൾ ചെയ്യേണ്ടത് എന്നുള്ള ഗദ്യഭാഗങ്ങളാണ് പ്രായേണ കൂടുതലായിട്ട് യജുർവേദത്തിലുള്ളത്. അതുപോലെ തന്നെ ഉപാസന പദ്ധതികളൊക്കെയാണ് സാമവേദത്തിലുള്ളത്. രക്ഷാശാസ്ത്രങ്ങളും മറ്റു ഭാഗങ്ങളൊക്കെയാണ് അഥർവവേദത്തിൽ കൂടുതലായിട്ട് ഉള്ളത്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതുപോലെ തന്നെ വേദത്തിന് ഈ വേദം 4 ഗ്രന്ഥ രാശികൾ ഉണ്ടെങ്കിലും വേദം അറിവ് എന്നുള്ള ലക്ഷണത്തോടു കൂടി ഒന്നാണ്, അങ്ങനെ പറയാം നമുക്ക്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് നേടിയെടുക്കേണ്ടതിനെയൊക്കെ 2 പട്ടികയിലാണ് നമ്മൾ ആചാര്യന്മാര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ശങ്കരാചാര്യ സ്വാമികള് ധർമ്മത്തെ കുറിച്ച് തന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ വളരെ പ്രസക്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ധർമ്മത്തെ കുറിച്ച് അനേക ആചാര്യന്മാർ പല പ്രകാരത്തിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ചോദന ലക്ഷണം ധർമ്മം എന്ന് ജൈമിനി മഹർഷി ഒക്കെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആചാര്യസ്വാമികള് വേദത്തെ വളരെ സമഗ്രമായിട്ട് വിവരിച്ചിട്ടുള്ളത്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ ഹേതു സഹ വർണ്ണിഭിഹി ആശ്രമഭിഹി ശ്രേയോർത്തിഭിഹി അനുഷ്ഠീയമാനഃ സ ധർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ധർമാചരണം കൊണ്ട് എന്താണ് നേട്ടം എന്നുള്ളതാണ് ചുരുക്കിയിട്ട് ആചാര്യസ്വാമികൾ പറഞ്ഞത്. ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് ജഗത്തിന്റെ സുസ്ഥിതി പാലിക്കപ്പെടും. ജഗതസ്ഥിതി കാരണം, ജഗത്തിന്റെ സുസ്ഥിതിക്ക് കാരണമാകുന്നു ധർമാചരണം, ജഗതസ്ഥിതി കാരണം. അതുപോലെ തന്നെ പ്രാണിനാം എന്ന് പറഞ്ഞാൽ പ്രാണനെ ധരിച്ചിട്ടുള്ള എല്ലാവരും, പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു. പ്രാണികൾക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ എടുക്കാം നമുക്ക്. മനുഷ്യന്മാരെ സംബന്ധിച്ച് 2 ആവശ്യം. ഒന്ന് അഭ്യുദയവും മറ്റൊന്ന് നിശ്രേയസവുമാണ്. അഭ്യുദയം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ പ്രോസ്പെറിറ്റി, ഭൗതികമായിട്ടുള്ള വളർച്ച, എല്ലാ നിലയിലുമുള്ള വിദ്യാഭ്യാസപരമായി, ധനപരമായി, എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങൾ, അതാണ് അഭ്യുദയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഭ്യുദയം മാത്രം പോരാ, പിന്നീട് അഭ്യുദയ നിശ്രേയസം. നിശ്രേയസം എന്ന് പറഞ്ഞാൽ മോക്ഷം, ആത്യന്തിക ദുഃഖ നിവൃത്തിയാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷവും ധർമാചരണം കൊണ്ട് ലഭിക്കും. അതെങ്ങനെയാണ് വേണ്ടത്, അതിനുള്ള വഴിയാണ് പിന്നീട് പറഞ്ഞത്. വർണ്ണികളാലും അതുപോലെ തന്നെ ആശ്രമഭികളാലും ശ്രേയോർത്ഥികളായിട്ടുള്ളവരെ കൊണ്ട് അവരാണിത് അനുഷ്ഠിക്കുന്നത് എന്ന് പറയണം. അപ്പൊ അഭ്യുദയ നിശ്രേയസമാണ് വേദത്തില് ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. എന്ന് പറഞ്ഞാൽ വേദത്തെ 2 തിരിക്കാറുണ്ട്. ഒന്ന് കർമ്മകാണ്ഡവും മറ്റൊന്ന് ജ്ഞാനകാന്ഡം എന്നുള്ള നിലക്ക്. കർമ്മകാന്ഡത്തില് യാഗയജ്ഞാദികളുടെ നിർവഹണവും സ്തുതിപരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് അഭ്യുദയം വളരെ അത്യാവശ്യമാണ്. എല്ലാ പ്രകാരത്തിലും നമുക്ക് ഉയർച്ച ഉണ്ടാവണം. നമ്മുടെ സമാജത്തിനും വ്യക്തിക്കും ഒക്കെ എല്ലാ പ്രകാരത്തിലും അഭ്യുദയം ഉണ്ടാവണം, ഉയർച്ച ഉണ്ടാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കർമ്മകാണ്ഡ പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങളാണ് വേദത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ദേവതാ ആരാധനയും അതേപോലെ തന്നെ തടസ്സങ്ങളെ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാഗയജ്ഞങ്ങളും തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളാണ് ആദ്യ ഭാഗത്ത്. ഏറ്റവും കൂടുതലായിട്ട് വേദത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതലായിട്ടുള്ളത് കർമ്മകാണ്ഡം തന്നെയാണ്. അങ്ങനെ കർമ്മകാണ്ഡത്തിലൂടെ ശുദ്ധി നേടിയിട്ട് ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു ഉപശമം വന്നതിന് ശേഷം ഉപാസനയിലേക്കും അതുവഴി ആത്മജ്ഞാനത്തിലേക്കും നിശ്രേയസത്തിലേക്കും കയറിപ്പോകാം എന്നുള്ളതാണ് വേദത്തിന്റെ താല്പര്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടും ആഗ്രഹ നിവൃത്തിക്കും വേണ്ടിയിട്ട് കർമ്മകാണ്ഡങ്ങളും അതിനുശേഷം ആരണ്യകം അല്ലെങ്കിൽ ഉപാസനാകാന്ഡവും തുടർന്ന് ഉപനിഷത് ഭാഗമായിട്ടുള്ള ജ്ഞാനകാന്ഡവും വേദത്തില് ഉപദേശിച്ചു. അപ്പൊ ഇത് എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ക്രമമാണ് ആചാര്യസ്വാമികൾ നമുക്ക് ഡെഫിനിഷനിൽ തന്നത്. വർണ്ണിഭിഹി എന്ന് പറഞ്ഞാൽ വർണ്ണം നമുക്കറിയാം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, ഇത് ജാതിയല്ല വർണ്ണമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തിലും ഈ വർണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യം മായായുക്തനാവുന്നതിലൂടെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. മായ എന്ന് പറയുന്നത് ത്രിഗുണാത്മികയാണ്.
സത്വം, രജസ്, തമസ്. അത് പരമാത്മ ചൈതന്യത്തിന് തന്നെ ശക്തിയാണ്. അപ്പൊ അത് ചേരുമ്പോഴാണ് മായാശബളം ബ്രഹ്മം എന്ന് പറയും. അതിനുശേഷമാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പൊ സൃഷ്ടിക്കപ്പെട്ടതിലൊക്കെ ഈ സത്വരജസ് തമോ ഗുണത്തിന്റെ ചേർച്ച ഉണ്ടായിരിക്കും. സത്വഗുണം വളരെ വർദ്ധിച്ചവരെയാണ് ബ്രാഹ്മണന്മാര് എന്ന് പറയാം. രജസ് കൂടി അതിന്റെ പുറകിൽ സത്വം വരുന്ന സമയത്ത് ക്ഷത്രിയന്മാരും, പിന്നീട് രജസ് അതിന്റെ പുറകില് തമസ്, സത്വം വരുന്ന സമയത്ത് വൈശ്യന്മാരും, തമോ ഗുണം മുന്നിട്ട് നിൽക്കുന്നവര് ശൂദ്രന്മാരും. ഇങ്ങനെയാണ് ഈ വർണ്ണത്തിന്റെ ഒരു വ്യവസ്ഥ. പക്ഷെ ഈ കോമ്പിനേഷനിൽ അനേകം പേരുണ്ട്, അനേക സൃഷ്ടികള് ഈ ഒരു കോമ്പിനേഷനിൽ സാധ്യമാണ്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര വിഭാഗത്തിലാണ് ഈ വർണ്ണങ്ങളെ നിശ്ചയിക്കപ്പെട്ടുള്ളത്. അത് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. ഗുണഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് വർണ്ണം. അപ്പൊ സത്വം, രജസ്, ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ തന്നെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അപ്പൊ സത്വ ഗുണം വർദ്ധിച്ചവര്, രജോ ഗുണം കൂടിയവര്, തമോ ഗുണം കൂടിയിട്ടുള്ളവര്, ഇങ്ങനെയാണ് ഈ വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ആ ഈ ബ്രാഹ്മണ വർണ്ണത്തിലുള്ളവരെ സംബന്ധിച്ച് അത്തരം കർമ്മങ്ങളായിരിക്കും അവർക്ക് സുഗമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം. ബ്രാഹ്മണ ഗുണം അല്ലെങ്കിൽ സത്വഗുണം വർദ്ധിച്ചവരുടെ ലക്ഷണം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് ശമം, ദമം, തപസ്, പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള കഴിവ്, ഇതൊക്കെയാണ് സത്വഗുണം വർദ്ധിച്ചാൽ ഉണ്ടാവുന്ന സ്വഭാവം. അപ്പൊ അതിനനുസരിച്ച് ആ സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങളായിരിക്കും അവർക്ക് ചെയ്യാൻ സുഗമമായിട്ട് ഉണ്ടാവുക. അതേപോലെ രജസ് വർദ്ധിക്കുന്ന സമയത്ത് ശൗര്യം, തേജസ്, ധൃതി, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കുക, ആജ്ഞാശക്തി തുടങ്ങിയവയൊക്കെ ആയിരിക്കും ക്ഷത്രിയന്മാരുടെ ഗുണം. അപ്പൊ ഈ പറഞ്ഞു വരുന്നത് അഭ്യുദയത്തെ നേടുന്നതിന് വേണ്ടിയിട്ട്, അഭ്യുദയം എന്ന ജീവിതത്തിൽ വേണ്ട സകല പുരോഗതികളും, അതിന് നാം നമ്മുടെ വർണ്ണത്തെ തിരിച്ചറിഞ്ഞ് തൻ്റെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ചെയ്യുന്ന ആൾക്കൊരു സംതൃപ്തി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ സമാജത്തിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റിയും ഉണ്ടാവുക. അല്ലാതെ മാറിക്കഴിഞ്ഞാൽ സമാജത്തിൽ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും, ഇത് ചെയ്യുന്ന ആൾക്ക് മാനസികമായിട്ട് സംതൃപ്തി ഉണ്ടാവില്ല. അങ്ങനെ പലതും നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഇതിലൂടെ തൻ്റെ വർണ്ണത്തിനും, അതുപോലെ തന്നെ ആശ്രമം എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പാണ്. ബ്രഹ്മചര്യം, അതുപോലെ തന്നെ ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യ ആശ്രമം എന്ന് പറയുന്നത് ധർമ്മപാഠങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലമാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ വേദം എന്നും അർത്ഥമുണ്ട്. അപ്പൊ വേദപഠന കാലമാണ് ബ്രഹ്മചര്യം. അവിടുത്തെ മുഖ്യമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ച് ബ്രഹ്മചര്യ രണ്ടാമത്തെ ആശ്രമമാണ് ഗൃഹസ്ഥാശ്രമം. അവരെ സംബന്ധിച്ച് പഞ്ചമഹായജ്ഞങ്ങളും ഷോഡശ സംസ്കാരങ്ങളും 4 കർമ്മങ്ങളാണ് പറയാം. നിത്യകർമ്മം, നൈമിത്തിക കർമ്മം, കാമ്യകർമ്മം, അതുപോലെ തന്നെ പ്രായശ്ചിത്ത കർമ്മം. ഗൃഹസ്ഥാശ്രമികളെ സംബന്ധിച്ച് ഇത്തരം 4 കർമ്മങ്ങളാണ്. ഇത് ചെയ്ത് ജീവിക്കലാണ് ഗൃഹസ്ഥാശ്രമികളുടെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നീട് വാനപ്രസ്ഥം, ഉപാസനാപരമായിട്ടുള്ള ജീവിതമാണ്. സന്യാസം എന്ന് പറഞ്ഞാൽ ആത്മ അനുസന്ധാന പരരായിട്ട് ജീവിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ആചാര്യസ്വാമികൾ ധർമ്മത്തിന് തന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അപ്പം ധർമ്മം പാലിച്ച് ജീവിക്കുകയാണെങ്കിൽ, ഞാൻ ധാർമ്മികമായിട്ടാണോ ജീവിക്കുന്നതെന്ന് അറിയാൻ ഈ ഒരു ഡെഫിനിഷൻ പരിശോധിച്ചാൽ മതി. ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് സമാജത്തിന് അല്ലെങ്കിൽ ജഗത്തിന് വല്ല ദോഷവും സംഭവിക്കുന്നുണ്ടോ, ജഗത്തിന് അനുഗുണമായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്, ജഗതസ്ഥിതി കാരണം, അതുപോലെ തന്നെ അഭ്യുദയം ഉണ്ടാവുന്നുണ്ടോ, ഭൗതികമായിട്ടുള്ള പുരോഗതി എൻ്റെ ജീവിതം കൊണ്ട് സംഭവിക്കുന്നുണ്ടോ, പിന്നെ നിശ്രേയസ ഹേതു. ഇതാണ് ധർമ്മത്തിന്റെ ഡെഫിനിഷൻ. അതിന് ക്രമമാണ് പറഞ്ഞത്. വർണ്ണികളും അതുപോലെ തന്നെ ആശ്രമികളും ശ്രേയോർത്ഥികളായിട്ടുള്ളവരാണത് അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞു. ഇതാണ് ധർമ്മത്തെക്കുറിച്ച് വളരെ പരിമിതമായ സമയത്തിൽ പറയാനുള്ളത്. പിന്നീട് ഈ വേദത്തെ തന്നെ പല ദൃഷ്ടികോണുകളിലൂടെ അപഗ്രഥിച്ചതിൻ്റെ, വേദത്തിൽ തന്നെ വേദം മനസ്സിലാക്കണമെങ്കിൽ തന്നെ അറിയാലോ, 6 വേദാംഗങ്ങളെ മനസ്സിലാക്കണം. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ് തുടങ്ങിയിട്ടുള്ള വേദത്തിന്റെ കണ്ണുകളാണ് എന്ന് പറയും. വേദത്തിന്റെ കാലുകൾ എന്ന് പറയും, 6 കാലുകൾ. അപ്പൊ വേദാംഗങ്ങളെ മനസ്സിലാക്കിയിട്ട് വേദത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ ഉപവേദങ്ങളുണ്ട്. ആയുർവേദം, സ്ഥപത്യവേദം, ഗാന്ധർവവേദം, ധനുർവേദം,
അർത്ഥശാസ്ത്രം തുടങ്ങിയിട്ടുള്ള ഉപവേദങ്ങളുണ്ട്. കൂടാതെ വേദത്തെ പല ദൃഷ്ടികോണുകളിലൂടെ അപഗ്രഥിച്ച സമയത്ത് അതിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ളതാണ് ആസ്തിക ദർശനങ്ങൾ, സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ തുടങ്ങിയിട്ടുള്ള ദർശനശാസ്ത്രങ്ങൾ. അതുപോലെ തന്നെ വൈദിക ആശയം എന്താണ്? ധർമ്മമാണ്. വേദം പങ്കുവെക്കുന്നത് ധർമ്മത്തെയാണ്. ഈ ധർമ്മത്തെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചരിത്ര പുരുഷന്മാരിലൂടെ ഇതിഹാസങ്ങളെ രചിച്ചിട്ടുള്ളത്. വൈദിക ആശയത്തെ തന്നെ സരളമാക്കിയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചരിത്ര ഭാഗങ്ങളിലൂടെയും കഥകളുമൊക്കെ ചേർത്തിട്ട് രചിച്ചിട്ടുള്ളതാണ് ഇതിഹാസം എന്ന് പറയുന്നത്. ഇതിഹാസം ചരിത്രമാണ്. ഈ ധർമ്മത്തെ ഉൾക്കൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് കാണിച്ചു തരികയാണ്. അതിന് വിപരീതമായിട്ട് ആധാർമികമായിട്ട് ജീവിച്ചാൽ എങ്ങനെയാണ് എന്നുള്ളതും കാണിച്ചു തരുന്നതാണ്. അങ്ങനെ 2 ഇതിഹാസങ്ങൾ നമുക്കുണ്ട്. വാൽമീകി രാമായണവും ആദ്യത്തെ ഇതിഹാസം മഹാഭാരതവും. 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം, 1,00,000-ലേറെ ശ്ലോകങ്ങളുള്ള മഹാഭാരതം. അതുപോലെ തന്നെ ഇതേ ആശയത്തെ തന്നെ, ധാർമ്മിക ആശയത്തെ കൂടുതൽ കഥകളെ ചേർത്ത് ഏറെക്കുറെയൊക്കെ അതിശയോക്തിയൊക്കെ ചേർത്ത് രചിച്ചിട്ടുള്ളതാണ് പുരാണങ്ങൾ, 18 പുരാണങ്ങൾ. അപ്പൊ ഒരേ കാര്യമാണ് പറയുന്നത്, ധർമ്മം എന്നുള്ളതാണ് മുഖ്യം. ഈ ധർമ്മത്തെ പല പല പ്രകാരത്തിൽ പല വഴികളിലൂടെ അല്ലെങ്കിൽ വേദത്തെ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കാം. അതുകൊണ്ട് സരളമായിട്ട് വേദത്തെ വൈദിക ആശയത്തെ പറയുന്നതാണ് ഇതിഹാസ പുരാണങ്ങൾ. അതുപോലെ തന്നെ വേദത്തെ തന്നെ യുക്തിപരമായിട്ട് അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും മാർഗത്തെക്കുറിച്ചും ഒക്കെ പറയുന്നതാണ് ദർശനശാസ്ത്രങ്ങൾ, സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. പിന്നെ ദർശനശാസ്ത്രങ്ങൾ അത്ര വളരെ വിപുലമാണ് എന്ന് താല്പര്യം. അപ്പൊ വേദമാകുന്ന വേരിൽ നിന്ന് ധാരാളം അറിവിന്റെ ഒരു നിരവധി ശാഖകൾ ആണ് ഉണ്ടായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സാഹിത്യമാവട്ടെ, സംഗീതമാവട്ടെ, ഇതൊക്കെ ഈ വേദത്തിന്റെ തന്നെ സംഭാവനകളാണ് എന്നർത്ഥം. വേദമാകട്ടെ ഋഷീശ്വരന്മാരുടെ ദർശനമാണ്, അവരുടെ ഉൾവിളിയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത് സനാതനം, ധർമ്മം എന്നുള്ള 2 വാക്കുകളാണ്. സനാതനം എന്ന് പറഞ്ഞാല് നാശമില്ലാത്തത്. ധർമ്മത്തിന് നമ്മൾ 3 അർത്ഥങ്ങൾ കണ്ടു. ഒന്ന് മാറാത്ത സത്യമെന്നും, രണ്ടാമത്തത് പ്രപഞ്ച നിയമ വ്യവസ്ഥ എന്നും, മൂന്നാമതായിട്ട് ശാശ്വത മൂല്യങ്ങൾ എന്നുള്ള അർത്ഥം. അങ്ങനെ 3 അർത്ഥത്തെ കണ്ടു. അപ്പൊ ഈ മാറാത്തതാണ്, നാശമില്ലാത്തത് വാസ്തവത്തില് ധർമ്മമാണ് എന്നുള്ള അർത്ഥം. ഈ ധർമ്മത്തിന്റെ മൂലം എന്ന് പറയുന്നത് വേദമാണ്. വേദത്തെ 3 ലക്ഷണങ്ങൾ അനുസരിച്ച് 4 ഗ്രന്ഥരാശികളിൽ പറയുന്നു. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ വേദത്തെ കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നും വേർതിരിക്കാവുന്നതാണ്. കർമ്മകാണ്ഡം കൂടുതൽ ചിത്തശുദ്ധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കർമ്മഭാഗങ്ങളെയാണ് ഉപദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം ജ്ഞാനഭാഗം വരുന്നു. ധർമ്മത്തിന് സമഗ്രമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആചാര്യസ്വാമികൾ തന്നത് നമ്മൾ ശ്രദ്ധിച്ചു. ജഗതസ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസഹേതു. അത് വർണ്ണികളാലും ആശ്രമഭികളാലും അനുഷ്ഠിച്ചു വരുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഇതേ വേദത്തെ തന്നെ അപഗ്രഥിച്ചപ്പോഴാണ് ദർശനശാസ്ത്രങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. വേദത്തെ തന്നെ കൂടുതൽ സരളമായി, വൈദിക ആശയത്തെ കൂടുതൽ സരളമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിഹാസ പുരാണങ്ങൾ തന്നു. അങ്ങനെ വളരെ വിപുലവും വിശാലവുമായിട്ട് നമ്മുടെ ഈ സംസ്കൃതി അങ്ങനെ കിടക്കുകയാണ്. പേർഷ്യക്കാരാണ് നമുക്ക് ഹിന്ദു എന്നുള്ള ശബ്ദം തന്നത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. സിന്ധു എന്ന് ഉച്ചരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് ഹ് എന്ന് ഉച്ചരിച്ചു. അങ്ങനെ ഹിന്ദു മതം എന്നൊക്കെയായി. വാസ്തവത്തിൽ ധർമ്മമാണ് സനാതന ധർമ്മം. ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. പൂജനീയ ചിദാനന്ദപുരി സ്വാമിജിയൊക്കെ പറയും, ധർമ്മം ഒരു കാടാണെങ്കിൽ മതം എന്ന് പറയുന്നത് ഏകവിള തോട്ടങ്ങളാണ്. കാട് എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്നതാണ്. പള്ളിപ്പടർപ്പുകളും പക്ഷികളും അനേക ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ശീതളമയായിട്ടുള്ളതാണ് കാട്. മതമാണെങ്കിൽ അത് ഏകവിളത്തോട്ടമാണ്. അവിടെ ഒന്ന് വിളയും മറ്റേതൊക്കെ കളയുമാണ് എന്ന് പറയാറുണ്ട്. അപ്പൊ ധർമ്മം വളരെ വിപുലമായിട്ടുള്ള ഒരു സംവിധാനമാണ്
എന്നുള്ളതാണ് താല്പര്യം. മറ്റൊന്ന്, സനാതനധർമ്മത്തിന്റെ പ്രസക്തി എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ളത്, മറ്റേത് ഇസങ്ങളാവട്ടെ മതങ്ങളാവട്ടെ എല്ലാം നാളെ മറ്റന്നാൾ സാക്ഷാത്കരിക്കേണ്ട അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്ന ഒരു സ്വർഗത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പാലും തേനും ഒഴുകുന്ന ഒരു കാലം നിങ്ങൾക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത നാളെ ഈ ലോട്ടറി വിൽക്കുന്ന ആളുകളെ പോലെ നാളെ എന്ന് മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സനാതനധർമ്മം പറയുന്നത് ഇപ്പോൾ ഇവിടെ ആണ് എന്ന് പറയുന്നുണ്ട്. ആചാര്യസ്വാമികൾ തന്നെ ഭാഷ്യത്തിൽ പല ഇടങ്ങളിലും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ആത്മശാന്തി അല്ലെങ്കിൽ സച്ചിദാനന്ദ സ്വരൂപം എന്നുള്ളത് നമ്മുടെ സ്വരൂപമാണ്. അത് ഉത്പാദിപ്പിക്കേണ്ടതോ വികാരം വെഴുത്തിയെടുക്കേണ്ടതോ പോയി പ്രാപിക്കേണ്ടതോ ഒന്നുമല്ല. അത് ഇപ്പോൾ ഇവിടെ ആണ്, ലൈവാണ് എന്ന് പറയാണ്. അതാണ് ഈ നമ്മുടെ ധർമ്മത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. നാളെ മറ്റന്നാൾ കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ചൊക്കെ പ്രതിപാദ്യമുണ്ട്, അത് അത്തരത്തിലുള്ള ആളുകൾക്കാണ്. പക്ഷെ വാസ്തവത്തില് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോള് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആനന്ദ സ്വരൂപികളാണ് എന്നുള്ളതാണ്. അല്ലാണ്ട് നാളെ മറ്റന്നാള് മരിച്ചു കഴിഞ്ഞിട്ട് നേടേണ്ട ഒന്നിനെ കുറിച്ചോ അത് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അതല്ല മുഖ്യമായിട്ടുള്ള പ്രമേയം എന്ന് പറയുന്നു. അപ്പൊ ലോട്ടറി അല്ല നമ്മുടേത്, ഇപ്പോൾ ഇവിടെ എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താണ്. പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ, അറിയുന്നതാണെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഈ പ്രഭാഷണത്തിന് ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്നും എനിക്ക് അറിയില്ല, ആദ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ശരി, ഹരി ഓം. ഓൺലൈനിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പറയാം. വളരെ സന്തോഷം സ്വാമിജി. സനാതനധർമ്മത്തിന്റെ പ്രസക്തിയെ കുറിച്ചാണ് സ്വാമി പ്രമാനന്ദ സരസ്വതി പൂജനീയ സ്വാമിയോട് സംസാരിക്കണം പറഞ്ഞിരുന്നത്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, ഞാൻ പോസ്റ്റ് തയ്യാറാക്കി ഞാൻ അദ്ദേഹത്തിന് അയക്കുമ്പോൾ അതിനകത്തൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നു. ഞാൻ പ്രശസ്ത പ്രഭാഷകനും വാഗ്മിയുമായ പൂജനീയ സ്വാമി എന്ന് എഴുതിയപ്പോൾ അദ്ദേഹം എനിക്ക് മറുപടി തന്നിരുന്നു, ഞാൻ അത്ര പ്രശസ്ത പ്രഭാഷകനൊന്നും അല്ല, വാഗ്മിയുമല്ല, കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോൾ ഉഷ ഏട്ടത്തി പറയുന്നത് കേൾക്കൊണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു 40 മിനിറ്റ് നേരമുള്ള പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായത്, തീർച്ചയായിട്ടും നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങൾ വളരെ ലളിതമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയുവാൻ അല്ലെങ്കിൽ സാധിച്ചെടുക്കുവാൻ അങ്ങേക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വളരെയധികം ഞങ്ങൾക്കെല്ലാം വളരെയധികം കൃതാർത്ഥതയുണ്ട്. കാരണം ഇതാണ് ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ വിനയത്തിന്റെ ബേസിൽ വെച്ച് ഞാൻ അത്ര വലിയ പ്രഭാഷകനൊന്നും അല്ലെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യം അങ്ങയുടെ ആ പ്രഭാഷണത്തിൽ കൂടി ഞങ്ങൾക്ക് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് വളരെയധികം നന്ദി. അങ്ങയുടെ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന 2 മിനിറ്റ് സമയം കൂടി അങ്ങേക്ക് ഞങ്ങൾക്ക് നൽകണം. ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായി നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ഡയറക്ടർ മെമ്പറും നട്ടല്ലും ഒക്കെയായ നമ്മുടെ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുകളെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു 2 വാക്ക് സംസാരിക്കുന്നതിനായി. ജയശങ്കര. ജയശങ്കര തീർച്ചയായിട്ടും അഭിവാദേ കൃഷ്ണശർമ്മ നാമ അഹമസ്മിഭോ. ഇന്നത്തെ ഈ സനാതന ധർമ്മത്തെ പറ്റിയുള്ള പ്രഭാഷണം വളരെ ഗംഭീരമായിരുന്നു. സത്യത്തിൽ കൂടുതലൊന്നും പറയാനുള്ള, സംശയങ്ങൾ ചോദിക്കാനുള്ള അറിവും നമുക്കില്ല. ധാരാളം അറിവ് സമ്പാദനം നടന്നു എന്നുള്ളത് വാസ്തവമാണ്. മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ടും സുഹൃതം കൊണ്ടും മാത്രം സിദ്ധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇന്നിവിടെ വന്ന് നമുക്ക് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം ചെലവാക്കിയതിൽ അത്യധികമായ ചാരിതാർത്ഥ്യം ഫൗണ്ടേഷൻ്റെ നാമധേയത്തിൽ നാം അറിയിച്ചുകൊള്ളുന്നു. ജയശങ്കര. പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ജയശങ്കര. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. ഹരി ഓം. സ്വാമിജി നമസ്തേ. നമസ്തേ. ഹരി ഓം. ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ? ഓ, നമ്മുടെ ജിജ്ഞാസയിൽ നിന്നാണ്, മഹർഷീശ്വരന്മാരുടെ ജിജ്ഞാസയിൽ നിന്നാണ് ഈ ശാസ്ത്രത്തെ കണ്ടെത്തിയതെന്ന് അങ്ങ് പറഞ്ഞപ്പോ ഈ അന്വേഷിച്ചത് എന്താണ്? ജഗത്ത്, ഈശ്വരൻ, ജീവൻ, ഇത് തന്നെയാണോ ത്രിപുടി എന്ന് പറയുന്നത്? അല്ല, ത്രിപുടി അതല്ല. അല്ല. ത്രിപുടി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ അനുഭവങ്ങളിലുമുള്ള 3 ഘടകങ്ങളാണ്. അതായത് കാണുക എന്നുള്ള വിഷയത്തില് കാണുന്ന ആള്, കാണപ്പെടുന്ന വസ്തു, കാണുക എന്നുള്ള പ്രോസസ്സ്, ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. അതെല്ലാത്തിലും ഉണ്ട്. നമ്മുടെ എല്ലാ പഞ്ചേന്ദ്രിയ അനുഭവങ്ങളിലൊക്കെ ഉണ്ട്. കേൾക്കുന്ന ശബ്ദം, കേൾക്കുന്ന ഞാൻ,
കേൾക്കുക എന്നുള്ള പ്രോസസ്സ്, ഭക്ഷണം കഴിക്കുകയാണെങ്കിലും രുചിക്കുന്ന വസ്തു, രുചിക്കുക എന്നുള്ള പ്രോസസ്സ്, രുചിക്കുന്ന ഞാൻ, ഇങ്ങനെ മൂന്നെണ്ണം എല്ലാം നമ്മുടെ എല്ലാ അനുഭവത്തിലും ഉണ്ട്. ഇതിനാണ് ത്രിപുടി പറയുന്നത്. ഇനി സ്വാമിജി ശങ്കരാചാര്യ സ്വാമികള് ധർമ്മത്തെ കുറിച്ച് ജഗത സ്ഥിതി കാരണം എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇവിടെ ഒന്ന് എഴുതിയെടുക്കാൻ ഒന്ന് പറഞ്ഞു തരുമോ? ജഗതഃ സ്ഥിതി കാരണം പ്രാണിനാം സാക്ഷാൽ അഭ്യുദയ നിശ്രേയസ ഹേതു വർണ്ണിഭിഹി വർണ്ണികൾ എന്നുള്ള അർത്ഥത്തിൽ വർണ്ണിഭിഹി ആശ്രമിഭിഹി ശ്രേയോർത്തിഭിഹി അനുഷ്ഠീയമാനഃ, അനുഷ്ഠിക്കപ്പെടുന്നതാണ്, അനുഷ്ഠിക്കപ്പെടേണ്ടതാണ് എന്നർത്ഥം. അപ്പൊ വർണ്ണാശ്രമ വ്യവസ്ഥ നമ്മുടെ ധർമ്മത്തിലുള്ളതാണ്. വളരെ സന്തോഷം. അതുപോലെ ധർമ്മത്തിന്റെ ഒരു ബ്രാഹ്മണൻ എന്ന് പറയുന്ന അദ്ദേഹം നല്ലൊരു അധ്യാപകനായിരിക്കും. ബ്രാഹ്മണൻ എന്ന് പറയുന്ന സത്വഗുണം കൂടിയിട്ടുള്ള ഒരാൾ നല്ലൊരു അധ്യാപകനായിരിക്കും. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അധ്യാപക വൃത്തി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. അതുപോലെ തന്നെ ആ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പൊ സമാജത്തിൽ അതിന്റെ ഗുണം കാണും. അതാണ് ഈ ശരിക്കും വർണ്ണവ്യവസ്ഥ. വർണ്ണവ്യവസ്ഥ പിന്നീട് അത് ജാതി വ്യവസ്ഥയായിട്ട് അധപ്പതിച്ചു പോയതാണ് നമുക്ക് വന്നിട്ടുള്ള ഒരു ഇത്. അത് ശാസ്ത്രത്തെ ശരിക്കും അറിയാത്തതുകൊണ്ടാണ്. വർണ്ണം ജനിച്ചിട്ടുള്ള എല്ലാവരിലും ഉണ്ട്. കാരണം ത്രിഗുണത്തിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ത്രിഗുണവും ചൈതന്യം കൂടി ചേരുമ്പോഴാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. ത്രിഗുണം എന്ന് പറഞ്ഞാൽ സത്വവും രജസും തമസും ആണ്. അപ്പം ആ ഉണ്ടായതിലൊക്കെ ഈ ഗുണങ്ങൾ നിശ്ചയമായിട്ടുണ്ട്. അത് വേരി ചെയ്തിട്ടിരിക്കും. ഒരു ഗുണവും നല്ലത് മോശവും നല്ല അർത്ഥത്തില്. പക്ഷെ തന്റെ ഗുണം കണ്ടെത്തി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ കൂടുതൽ ഉയർച്ച ഉണ്ടാവുമെന്ന് താല്പര്യം. അതുപോലെ വേദത്തിന്റെ പാദങ്ങൾ പറഞ്ഞപ്പം ആരണ്യം ഉപനിഷത്ത് എന്ന് പറഞ്ഞല്ലോ. ആരണ്യം എന്ന് പറയുമ്പോൾ ഉപാസനയാണോ? ഉപാസന കണ്ടാണ്. വളരെ അതിന് വേറൊരു ക്രമം കൂടി ഉള്ളത് മന്ത്രം അഥവാ സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്, ഇങ്ങനെ 4 ക്രമമുണ്ട്. ആരണ്യകം എന്നാണോ? ആരണ്യകം. വളരെ സന്തോഷം സ്വാമിജി. അങ്ങയുടെ പാദങ്ങളിൽ നേരിട്ട് നമസ്കരിക്കാൻ അന്ന് എനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നു. ഇപ്പം ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഹരിയോ. വളരെ സന്തോഷം ഷേടത്തി. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? സരസ്വതി എടുത്ത് എന്തോ സംസാരിക്കാനായിട്ട്? നമസ്കാരം സ്വാമിജി. വളരെ നല്ല രീതിയിലുള്ള ഒരു, ഞങ്ങളെ പോലുള്ളവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായി വരണേ. ഇത് കുറച്ച് പ്രാവശ്യം കേട്ടെങ്കിൽ മാത്രമേ പറ്റൂ. എങ്കിലും ധർമ്മത്തിന് 3 അർത്ഥമുണ്ടെന്ന് പറഞ്ഞു. ധർമ്മത്തിന്റെ മൂലത്തെ പറ്റി പറഞ്ഞു, വേദത്തെ പറ്റി പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ജ്ഞാനത്തെ പറ്റിയും പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞു. നാളെ ലോട്ടറിയുടെ കാര്യം ഒരു ഉദാഹരണം പറഞ്ഞു. അത് എനിക്ക് വളരെയധികം വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം ഇന്ന് ഇവിടെ കിട്ടുന്നതാണ് ഈ സനാതന ധർമ്മം. അത് വളരെ ശരിയായ കാര്യമാണ്. അത് നാളത്തേക്ക് മാറ്റേണ്ടതല്ല. അത് വളരെ ഒരു ഗുണദോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് അങ്ങ് സൂചിപ്പിച്ചത്. വളരെ സന്തോഷം. ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയത്തുള്ളൂ. സ്വാമിജി നന്ദി, നമസ്കാരം. ജയശങ്കര. കമ്മ്യൂണിസ്റ്റ് ഇസങ്ങളായാലും നാളെ ഒരു സോഷ്യലിസം എന്നുള്ളതിനെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ മറ്റു മതവിഭാഗങ്ങളുടെ ആയാലും സെമിറ്റിക് മതവിഭാഗങ്ങളായാലും നാളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ നരകാക്കുന്ന ഒരു വ്യവസ്ഥ കാണുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ആചാര്യസ്വാമികൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ബ്രഹ്മാണ്, അഹം ബ്രഹ്മാസ്മി എന്നാണ്, തത്വമസി എന്നാണ്, ഞാൻ നാളെ ആയിത്തീരുന്നല്ല പറയണത്. ഇന്ന് നിങ്ങൾ സച്ചിദാനന്ദ സ്വരൂപികളാണ്. അത് അറിയാത്ത പ്രശ്നമുള്ളൂ നമുക്ക്. നമ്മൾ ധനികനാണ്, പക്ഷെ ഞാൻ ഭിക്ഷക്കാരനാണെന്ന് എന്നെ കരുതി തെറ്റായിട്ട് വെച്ചിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം, ആ ഒരു അറിവില്ലായ്മ മാത്രമേ നീക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ നമ്മളൊക്കെ റിച്ചാണ്. ഒരു സിനിമയിൽ പറഞ്ഞ എൻ്റെ ഡാഡി റിച്ച് ആണെന്ന് പറഞ്ഞ നമ്മളിപ്പോഴും റിച്ചാണ്. നമ്മളെ ആ സമ്പത്തിൽ അഭിമാനിക്കണം. നമ്മള് സനാതന വൈദിക ധർമ്മം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമില്ലേ? എന്തോ സനാതന വൈദിക ധർമ്മം തന്നെ നമ്മുടെ സനാതന ധർമ്മം, വൈദിക ധർമ്മം തന്നെ. അതെ, വേദാണ് നമ്മുടെ ഋഷീശ്വരന്മാര് തന്നിട്ടുള്ള നമ്മുടെ ഇതാണ് നമ്മുടെ
നമ്മുടെ സ്വത്താണ് അത്. അപ്പൊ വലിയൊരു സ്വത്തിന്റെ ഓണേഴ്സാണ് നമ്മള്. വളരെ എല്ലാം സന്തോഷം. ഉണ്ടല്ലോ, ഒന്നും മാറ്റി വെച്ചിട്ടില്ല. ചാർവാകന്മാരും ഈ കാമശാസ്ത്രം ആയാലും വത്സ്യായന്റെ കാമശാസ്ത്രം ആയാലും എല്ലാത്തിലും നമ്മള് ഉണ്ട്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പൂജനീയ സ്വാമിജിക്കും അതേപോലെ മറ്റു സുഹൃത്തുക്കൾക്കും നന്ദി പ്രകാശനം നൽകുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എറണാകുളം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറുമായ ശ്രീമതി ശ്രീകല മധു വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ജയശങ്കര. 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 ഈ ആചാര്യന്മാര് പറയാറുണ്ട്, സാധാരണ സഞ്ചരിക്കുന്ന തീർത്ഥങ്ങളാണ് ഭാരതത്തിലെ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരെന്ന്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തങ്ങളുടേതായിട്ടുള്ള എല്ലാം പരിത്യജിച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ ചരിക്കുകയാണ്. മാത്രമല്ല ത്രികരണ ശുദ്ധിയുള്ളവരാണ്. അവരുടെ ചിന്തയും വാക്കും പ്രവൃത്തിയൊക്കെ ശുദ്ധമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സന്യാസി വര്യന്മാരുടെ സത്സംഗങ്ങൾ അത് നമുക്ക് കിട്ടുന്നത് അവരുടെ കരുണ കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ഈ വേദി അലങ്കരിച്ച നമ്മുടെ സമ്പൂജ്യ സ്വാമിജി പ്രണവാനന്ദ സരസ്വതി അങ്ങയുടെ വാക്കുകള് അതൊക്കെ ശരിക്കും നമ്മളുടെ എല്ലാം ഹൃദയത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ സ്വാമിജി പറഞ്ഞിരുന്നു, ഇത് ഞാനിവിടെ പറയണതെല്ലാം വീണ്ടും അതൊരു ആവർത്തനാവുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. വളരെ വ്യത്യസ്തമായിരുന്നു സ്വാമിജിയുടെ ആ ഒരു ഇന്നത്തെ സനാതന ധർമ്മത്തെ കുറിച്ച് പറഞ്ഞത്. കാരണം അത് ആത്മവിദ്യ തന്നെയാണ്. അദ്ദേഹം നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു ഇപ്പം ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞത്. അത് ശരിക്കും ആ വാക്ക് ശരിക്കും അത് എന്താ അർത്ഥവത്ത നമ്മൾക്ക് ഈ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് തന്നെ വളരെ ഒരുപാട് മനോഹരമായിട്ട് തന്നെ എല്ലാം പറഞ്ഞ് അവസാനം അതിൽ തന്നെ കൊണ്ടെത്തിച്ചു. അങ്ങനെയുള്ള അങ്ങയുടെ വാക്കുകൾ എനിക്ക് നന്ദിയല്ല, അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. വളരെ വളരെ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നു. അതിന് ഇങ്ങനെ ഒരു ഇത് അങ്ങയുടെ ഈ ഇത് പറയാൻ എനിക്ക് ഇവിടെ അവസരം തന്നതിൽ എനിക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട്. ഞാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലോടും ഈ നന്ദി പറയുന്നു. എനിക്കുള്ള ആ ഒരു സന്തോഷം രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും, വേദിയിൽ വന്ന എല്ലാവർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പേരിലും എൻ്റെ പേരിലും ഉള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. ജയശങ്കർ. ഒരു കാര്യം കൂടി പറയട്ടെ. ഞാന് സമ്പോധ് ഫൗണ്ടേഷനിലാണ്. സമ്പോധ് ഫൗണ്ടേഷനിലെ കേരളത്തിന്റെ ചുമതലകൾ വഹിക്കുന്ന നിങ്ങൾക്ക് പരിചയമുണ്ട് അധ്യാത്മാനന്ദ സ്വാമിജിയാണ്. സ്വാമിജിയുടെ ഒരു ആശ്രമം കൊല്ലത്തുണ്ട്. കൊല്ലത്ത് പെരുമൺ. ഞാൻ ഇടപെടുകയാണ്. അദ്ദേഹം നമ്മുടെ കഴിഞ്ഞ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സന്തത സഹചാരി കൂടിയാണ്. അദ്ദേഹവും സ്വാമി അധ്യാത്മാനന്ദ അദ്ദേഹവും അതേപോലെ തന്നെ സമ്പോധ് ഫൗണ്ടേഷനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഫൗണ്ടേഷന്റെ എന്താ പറയുക ഫൗണ്ടേഷന്റെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷവും അദ്ദേഹം ഞങ്ങളുടെ ഈ ശ്രീശങ്കര സ്മൃതിയിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. വളരെ സന്തോഷം സ്വാമിജി. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, അപ്പൊ നമുക്ക് കൊല്ലത്തൊരാശ്രമമുണ്ട് സ്വാമിജിക്ക്. അവിടെ നമ്മൾ ശങ്കരാചാര്യ സ്വാമികൾക്ക് ഒരു പ്രതിഷ്ഠ ചെയ്തിട്ട് ഒരു ഗുഹ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ ദിവസവും അവിടെ ഭാഷ്യപാരായണം ഉണ്ട്. അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് ആശ്രമം. അപ്പൊ എല്ലാവരെയും ഞാൻ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ വന്നിട്ട് നിങ്ങൾ ഭാഷ്യപാരായണത്തിൽ എല്ലാ ദിവസവും ഭാഷ്യപാരായണം ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. മനോഹരമായിട്ടുള്ള ആശ്രമമാണ്. അഷ്ടമുടിക്കായലിന്റെ തീരത്താണ്. അപ്പോൾ ഞാനായിട്ട് ബന്ധപ്പെട്ടാൽ സ്വാമിജി ഉള്ള സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സത്സംഗം ആവാം. നിങ്ങൾ ഗ്രൂപ്പ് പ്ലാൻ ചെയ്തിട്ട് വരൂ. ഇപ്പം ഫെബ്രുവരിയിൽ കുറച്ച് തിരക്കുണ്ട്. മാർച്ചിന് ശേഷം വരികയാണെങ്കിൽ നമുക്ക് അവിടെ താമസ സൗകര്യവും വ്യവസ്ഥയും അതുപോലെ ഭാഷ്യപാരായണത്തിലും ശങ്കര ആരാധനയിലും ഒക്കെ പങ്കെടുക്കുകയും കൂടി ചെയ്യാമെന്ന് കൂടി സൂചിപ്പിക്കണം. പ്ലാൻ ചെയ്തിട്ട് വരും, ബന്ധപ്പെട്ടാൽ മതി സ്വാമിജിയായിട്ട്. ശരി, വളരെ സന്തോഷം. ഓൾറെഡി അവിടെ 2 മാസം മുമ്പ് നടന്ന ആത്മായനം യാത്രയിലെ അംഗങ്ങള് അവിടെ വന്നിരുന്നു. അവിടെ ദർശനം നടത്തി എന്നൊക്കെ വളരെ വിശദമായി തന്നെ ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. ഓ ശരി ശരി, ഓക്കെ. അല്ല, വരാത്തവര് വരുമെന്ന് പറഞ്ഞു. തീർച്ചയായും എല്ലാവർക്കും നല്ലൊരു
സായാഹ്നം നൽകിയതിന് സ്വാമിജിക്കും അതേപോലെ ഇന്നിവിടെ കൂടിയവർക്കും എല്ലാവർക്കും ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. എല്ലാവർക്കും നന്ദി ഉണ്ടാവട്ടെ. ലോക സമസ്ത ജയശങ്കർ. ജയശങ്കര. ജയശങ്കര. ജയശങ്കർ. ജയശങ്കര. ജയശങ്കർ. ഹരി ഓം. ജയശങ്കര. ഹരി ഓം. ഹരി ഓം. ഹരി ഓം.